3 ലക്ഷത്തോളം സ്റ്റഡി പെർമിറ്റുകളാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇനി വരും വർഷങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 10% വർധനവ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, UK-യും കാനഡയും US-ഉം എല്ലാം തന്നെ സ്റ്റുഡൻറ് വിസ റെഗുലേഷൻസുമായി മുന്നോട്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്? ലെറ്റ്സ് ബ്രേക്ക് ദ സൈലൻസ്. മുൻ വർഷങ്ങളിൽ UK, കാനഡ, അയർലാൻഡ് രാജ്യങ്ങളിലെല്ലാം തന്നെ വളരെ ലീനിയൻ്റ് ആയ വിസ കണ്ടീഷൻസ്, അതായത് വളരെ ആവറേജ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്താൽ പോലും നിങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങളുടെ മാർക്ക് എത്ര തന്നെ കുറഞ്ഞാലും ശരി, നിങ്ങളുടെ വിസയ്ക്ക് യാതൊരു വിധത്തിലും അത് ബാധിക്കാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻസിലെല്ലാം തന്നെ എത്തിപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് വളരെ ആവറേജ് ആയ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഭാവി എന്താണ്? നമുക്കെല്ലാം തന്നെ അറിയാം, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വളരെ മോശമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ജോലി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്, ജോലി കണ്ടെത്തിയാൽ തന്നെ അവർക്ക് കിട്ടുന്ന സാലറി വളരെ തുച്ഛം. ഇതേ അവസ്ഥ തന്നെയാണ് ബിലോ ആവറേജ് യൂണിവേഴ്സിറ്റികളിൽ UK-യിലും കാനഡയിലും അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് സംഭവിക്കുന്നത്. അതായത് വർക്ക് വിസയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാതിരിക്കുകയോ ലോൺ ലയബിലിറ്റി ക്ലോസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം അവർക്ക് വന്നിരുന്നു എന്നർത്ഥം. എന്നാൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സക്സസ് സ്റ്റോറീസാണ് ഏറ്റവും കൂടുതൽ. അവരുടെ വിസ കണ്ടീഷൻസിലെ വളരെ വ്യക്തമായിട്ടുള്ള കണ്ടീഷൻസ് തന്നെയാണ് ഈ സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് 60% മാർക്കില്ലാത്ത ഒരു കുട്ടിയുടെ വിസ തീർച്ചയായും റിജക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഡിഗ്രി കാലഘട്ടത്തിൽ 3 ബാക്ക്ലോഗ്സിനപ്പുറം ഉണ്ടെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. IELTS സ്കോർ 6.5 താഴെയാണെങ്കിലും ഇത് തന്നെയായിരിക്കും അനുഭവം. ഇനി വിസ ഫണ്ട്സ് ആണെങ്കിലോ, നിങ്ങൾ എങ്ങനെ ആ ഫണ്ട് കണ്ടെത്തി എന്നതടക്കമുള്ള പ്രൂഫ് വളരെ വ്യക്തമായി വിസ ഓഫീസർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ വിസ ആ സാഹചര്യത്തിലും റിജക്റ്റ് ചെയ്യപ്പെടും. ഇത്രയും രീതിയിലുള്ള പ്രൊഫൈൽ ഫിൽറ്ററിംഗ് കഴിഞ്ഞ ശേഷമാണ് ഒരു കുട്ടി ഓസ്ട്രേലിയയിൽ എത്തിപ്പെടുന്നത്. നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കരിയർ ലക്ഷ്യം വെച്ചുകൊണ്ട് എത്തുന്ന കുട്ടികളാണ് ഓസ്ട്രേലിയയിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെയാണ് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമായി മാറുന്നത്. അപ്പോൾ എന്താണ് ഓസ്ട്രേലിയയുടെ ഭാവി? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, നമ്മൾ പഠിക്കാൻ പോകുന്ന രാജ്യത്തിൻ്റെ ഭാവിയാണ് നമ്മുടെ ഭാവി. ഓസ്ട്രേലിയ എത്ര നാൾ ഇത്രയും സ്ട്രിക്റ്റായ മൈഗ്രേഷൻ പോളിസീസ് ഫോളോ ചെയ്യുന്നുവോ അത്രയും നാൾ അവിടേക്ക് പഠിക്കാനായി എത്തുന്ന ഓരോ കുട്ടിയുടെയും ഭാവി സുരക്ഷിതമാണ്.